ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്കിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഒരു PR കൂടി വരണമെങ്കിൽ നമ്മളൊരു സ്കിൽഡ് ഒക്യുപ്പൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓസ്ട്രേലിയയിൽ ഒരു PR അപ്ലൈ ചെയ്യാനും ഉള്ള എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ, നമുക്ക് PR കിട്ടുകയുമുള്ളൂ. അപ്പോൾ ആ സ്കിൽ അസസ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോമിംഗ് റിപ്പോർട്ട്സ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും മറ്റു ഫാമിലിയിലേക്കും ആർക്കൊക്കെയാണോ നമ്മുടെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നത് അവരിലേക്ക് ആ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോമിംഗ് റിപ്പോർട്ട്സ്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് വാട്ട് ഈസ് സ്കിൽ അസസ്മെന്റ്. സ്കിൽ അസസ്മെന്റ് എന്താണ്? സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു നഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു രജിസ്റ്റേർഡ് നഴ്സ്, ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സാണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്ന എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്കിൽ അസസ്മെന്റിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു UK, അയർലൻഡ്, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാനുള്ള ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വൺസ് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് AFRA, ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണൽ റെഗുലേറ്ററി അതോറിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു AFRA എന്നൊരു ഹെൽത്ത് ബോർഡിന്റെ രജിസ്ട്രേഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു ഏതൊരു ഇതിലും ലൈക്ക് നഴ്സ് എന്നല്ല, ഇപ്പോൾ ലൈക്ക് ഒരു ഡോക്ടർ ആണെങ്കിലും ഫിസിയോതെറാപ്പി അങ്ങനെ ഏതൊരു കാറ്റഗറിയിൽ ലൈക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ AFRAയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ഈ AFRA രജിസ്ട്രേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മളൊരു PR അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നില്ല. നമുക്ക് PR അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവണമെങ്കിൽ നമുക്കൊരു സ്കിൽ അസസ്മെന്റ് ചെയ്യണം. അപ്പോൾ ആ സ്കിൽ അസസ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലൈക്ക് ഓസ്ട്രേലിയയിൽ ആ ഒരു സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റ് ഉണ്ടാവും. ലൈക്ക് ഇവിടേക്ക് PR ഇൻവൈറ്റ് ചെയ്യുന്ന ഒക്യുപ്പേഷണൽ ലിസ്റ്റ്. അപ്പോൾ ആ സ്കിൽഡ് ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കിൽ അസസ്മെന്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിലെപ്പോഴും ഭയങ്കര ലൈക്ക് ടോപ്പ് ലെവലിൽ നിൽക്കുന്നൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് നഴ്സസ്, ഡോക്ടേഴ്സ്, പിന്നെ എഞ്ചിനീയേഴ്സ്, അങ്ങനെ കുറേ പ്രൊഫഷണൽസ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഈവൻ ഷെഫ്മാരാണെങ്കിൽ പോലും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് നഴ്സുമാരുടെ സ്കിൽ അസസ്മെന്റ് ചെയ്ത് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നഴ്സുമാരുടെ സ്കിൽ അസസ്മെന്റ് ഇവിടെ ചെയ്യുന്നത് ANMAC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡാണ്. ANMAC എന്ന് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് മിഡ്വൈഫറി അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നാണ് അതിൻ്റെ ഫുൾ മീനിങ്. അതായത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ. അപ്പോൾ അവരുടെ സ്കിൽ അസസ്മെന്റ് ചെയ്ത് ഒരു പോസിറ്റീവ് ഔട്ട്കമ്മോട് കൂടിയ ഒരു ലെറ്റർ കിട്ടണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ PR അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവത്തുള്ളൂ. ഇനി ഈ സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ട് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആകുന്നത്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയ രജിസ്ട്രേഷന് വെയിറ്റിംഗ് ആണ്, ലൈക്ക് AFRA രജിസ്ട്രേഷൻ വെയിറ്റിംഗ് ആണ്, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് സ്കിൽ അസസ്മെന്റിന്റെ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. AFRAയുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈവൺ ഇല്ലെങ്കിലും നോ പ്രോബ്ലം. പിന്നെ അതിന്റെ മറ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു GNM, പോസ്റ്റ് BSc, MSc അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ഒരു നഴ്സ് ആയിരിക്കണം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഔട്ട്സൈഡ് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ മിനിമം 3 ഇയേഴ്സിൻ്റെ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആകത്തുള്ളൂ. ഇനി അത് നിങ്ങൾ ഓസ്ട്രേലിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ മിനിമം 1 ഇയർ ലൈക്ക് നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ടും നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഔട്ട്സൈഡ് ഓസ്ട്രേലിയൻ ഒരു 2.5 ഇയേഴ്സ് വർക്ക് ചെയ്തു, ഇൻസൈഡ് ഓസ്ട്രേലിയ 6 മന്ത്സ് വർക്ക് ചെയ്ത്, അപ്പോൾ അങ്ങനെ 3 ഇയേഴ്സ് ആയാൽ നമ്മൾ സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കത്തില്ല. കാരണം ഒരു ഔട്ട്സൈഡ് ഓസ്ട്രേലിയൻ്റെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടും ഇൻസൈഡ് ഓസ്ട്രേലിയൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്സൈഡ് ഓസ്ട്രേലിയൻ 3 ഇയേഴ്സ് ആൻഡ് ഇൻസൈഡ് ഓസ്ട്രേലിയൻ 1 ഇയർ ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫീസ് ആണ്. നമുക്ക് ഒരു ANMACന്റെ സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് എത്രത്തോളമാണ് ഫീസ് വരുന്നത്? നമുക്ക് $395 ആണ് നമുക്ക് ഒരു സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് ഫീസ് വരുന്നത്. $395 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഒരു 23,000 to 24,000 ഇന്ത്യൻ റുപ്പീസിന്റെ ഇടയിലാണ് വരുന്നത്. അത് കൺവേർഷൻ റേറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. എങ്കിലും $AUD കറന്റ്ലി ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് $395 ആണ് നഴ്സുമാരുടെ സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഫീസ് വരുന്നത്. അടുത്തത് ഇതിന് സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ്
ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളതാണ്. സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെന്റ് റെഫറൻസ് ലെറ്റേഴ്സ് ആണ്, ലൈക്ക് ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ എംപ്ലോയ്മെന്റ് റെഫറൻസ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലാസ്റ്റ് 10 ഇയേഴ്സിൽ മിനിമം 3 ഇയേഴ്സിന്റെ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഔട്ട്സൈഡ് ഓസ്ട്രേലിയൻ ആണെങ്കിൽ അത് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്കിൽ അസസ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് വെറുതെ 3 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. അതിൽ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് പുതിയതായിട്ടൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ എല്ലാ എംപ്ലോയേഴ്സിന്റെ അടുത്ത് നിന്നും വാങ്ങേണ്ടി വരും, അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കറന്റ് വർക്ക് ചെയ്യുന്നോടത്ത് ഒരു 1 ഇയർ ആയിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയറിന്റെ അടുത്ത് നിന്ന് ഉള്ള ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ 3 ഇയേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് UK തന്നെ മിനിമം 3 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങളുടെ റിവാലിഡേഷൻ ഒക്കെ കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടും ആൻമാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കാണിക്കുവാനായിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ലൈക്ക് നമ്മളൊരു പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കെയർ ഹോം ആണോ ഏതാണോ അതിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെറ്റർ ഹെഡിലായിരിക്കണം സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. പിന്നെ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടത് നഴ്സിംഗ് സൈഡിൽ നിന്നായിരിക്കണം. ചിലവർക്കൊരു ഡൗട്ട് ഉണ്ട് HR-ൽ നിന്ന് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ നമ്മൾ ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ആസ് എ നേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത് ഒരു HR-ൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും നമ്മൾ വാർഡിൽ എന്തൊക്കെ പണിയാണ്ടെടുക്കുന്നുള്ള അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദേ ആർ നോട്ട് എലിജിബിൾ ടു ഗീവ് ദാറ്റ് സർട്ടിഫിക്കറ്റ്. സോ ഇറ്റ് ഷുഡ് ബി ഫ്രം ദ നഴ്സിംഗ് സൈഡ്. അപ്പോൾ അത് തരുന്നത് ഒരു നേഴ്സ് ആയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഷിഫ്റ്റ് ഇൻചാർജ് തൊട്ട് ലൈക്ക് ഒരു ഹെഡ് ഓഫ് ദ നഴ്സിംഗ് വരെയുള്ള ആരുടെ കയ്യിൽ നിന്നും വാങ്ങാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് ലെറ്റർ ഹെഡിന് ആക്സസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ ആ നഴ്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട്, അത് ആരാണോ സർട്ടിഫിക്കറ്റ് തരുന്നത് ആ പെർട്ടിക്കുലർ നഴ്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു ഒഫീഷ്യൽ ഇമെയിൽ ID ഉണ്ടായിരിക്കുകയും വേണം. ഇപ്പം നമുക്ക് ലൈക്ക് ഇപ്പോൾ UK-ലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് NHS-നും പിന്നെ കെയർ ഹോംസ് ആണെങ്കിൽ ഇപ്പോൾ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒഫീഷ്യൽ ഇമെയിൽ ID ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഒരു ചില ഗൾഫ് കൺട്രീസിൽ ഇപ്പോൾ ലൈക്ക് ഫോർ കുവൈറ്റിലെ മിനിസ്ട്രിയിലൊന്നും ഒഫീഷ്യൽ ഇമെയിൽ ID ഇല്ല. പിന്നെ ഇന്ത്യയിലെ മെജോറിറ്റി ഹോസ്പിറ്റൽസിനും ഒഫീഷ്യൽ ഇമെയിൽ ID ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ആൻമാക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പണ്ട് നമുക്ക് ഈ പറയുന്ന പേഴ്സണൽ ഇമെയിൽ ID വെച്ചിട്ടുള്ള എക്സ്പീരിയൻസുകൾ ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ പക്ഷെ അവരത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കി. കാരണം എന്ന് പറയുന്നത് ഫ്രോഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ആൻമാക്ക് കുറേ പേർക്ക് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ വിത്ത് ഒഫീഷ്യൽ ഇമെയിൽ ID കൂടിയുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒഫീഷ്യൽ ഇമെയിൽ ID എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ നമ്മുടെ NHS-ൻ്റെ ഒക്കെ ഇമെയിൽ ID പോലത്തേക്കാണ് ഒഫീഷ്യൽ ഇമെയിൽ ID. ഇപ്പോൾ പറയുമ്പോൾ ഔട്ട്ലുക്കിൻ്റെ ഒക്കെ ഇമെയിൽ ID അതൊക്കെയാണ് ഒഫീഷ്യൽ ഇമെയിൽ ID ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ @gmail.com, @yahoo.com, redifmail.com, hotmail.com അങ്ങനെയൊന്നും വെച്ച് തീരുന്നതൊന്നും ഒഫീഷ്യൽ ഇമെയിൽ ID അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു മാക്സ് ഹോസ്പിറ്റൽ എന്നെടുക്കുകയാണെന്ന് വിചാരിക്കാം. ns.maxhospital@gmail.com അല്ലെങ്കിൽ @hotmail.com അങ്ങനെയൊക്കെ വരുന്ന ഇമെയിൽ ID എന്ന് പറയുമ്പോൾ അത് പേഴ്സണൽ ഇമെയിൽ ID ആണ്. ഇപ്പോൾ അവിടെ NS ഉണ്ട്, മാക്സ് ഹോസ്പിറ്റൽ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ @ കഴിഞ്ഞിട്ട് പിന്നെ gmail.com അല്ലെങ്കിൽ hotmail.com എന്ന് വന്നാൽ അത് പേഴ്സണൽ ഇമെയിൽ ID ആയി. പേഴ്സണൽ ഇമെയിൽ ID എന്ന് പറയുമ്പോൾ ഇപ്പോൾ gmail.com വെച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം ns.maxhospital@gmail.com അത് എനിക്കാണെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് ആർക്കാണെങ്കിലും ഫ്രോഡായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒഫീഷ്യൽ ഇമെയിൽ ID വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒഫീഷ്യൽ ഇമെയിൽ ID പറയുമ്പോൾ ഇപ്പോൾ ns@maxhospital.com അപ്പോൾ അത് ഒഫീഷ്യലായി. അല്ലെങ്കിൽ ns.maxhospital@max.in, max.org അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇത് @ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ Gmail, Yahoo, Redifmail, Hotmail അങ്ങനെയൊന്നും ആവരുത്. അങ്ങനെയുള്ള റെഫറൻസ് ലെറ്ററുകൾ മാത്രമേ ആൻമാക്ക് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 3 ഇയേഴ്സിൻ്റെ കാണിക്കാൻ ഉള്ള എക്സ്പീരിയൻസ് പോലും നിങ്ങൾക്ക് ഒഫീഷ്യൽ ഇമെയിൽ ID ഇല്ലെങ്കിൽ നിങ്ങൾ ആൻമാക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കത്തില്ല. പിന്നെ ചില റയർ കേസസിൽ ഇപ്പോൾ ആൻമാക്കിൽ ആപ്ലിക്കേഷൻ അസസ് ചെയ്യുന്ന കേസ് മാനേജർ ദയവ് തോന്നി അവർ ചിലപ്പോൾ ആഡ് തന്നാൽ ആയി എന്ന് പറയാം. പക്ഷെ ഒരു 95% അതിനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ലെറ്റർ ഹെഡിൽ നഴ്സിംഗ് സൈഡിൽ നിന്ന് ഒഫീഷ്യൽ ഇമെയിൽ ID കൂടിയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മിനിമം 3 ഇയേഴ്സിൻ്റെ കാണിക്കാനുണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിലേ നമ്മൾ അതിന് എലിജിബിൾ ആവത്തുള്ളൂ. പിന്നെ വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കൗൺസിലിൻ്റെയാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ UK-ൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ NMC-യിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് അയപ്പിക്കണം. ഇപ്പോൾ വേറെ ലൈക്ക് സൗദി അല്ലെങ്കിൽ ഒമാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് കൺട്രീസിൻ്റെ കൗൺസിലുകളിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അയപ്പിക്കാൻ പറ്റണം. ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ഇപ്പോൾ ഇന്ത്യയിൽ ലൈക്ക് പഠിച്ചത് കേരളത്തിലാണ്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്തത് ഡൽഹിയിലോ അല്ലെങ്കിൽ കർണാടകയിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ കേരള കൗൺസിലിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് അയച്ചാലും ദാറ്റ്സ് ഇനഫ്. ഇത്രയേ ഉള്ളൂ. കേരള കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ വാലിഡ് ആയിരിക്കണം എന്ന് മാത്രം. അല്ലാണ്ട് അത് നമ്മൾ വർക്ക് ചെയ്ത അത് പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് തന്നെ
ആൻമാക്കിലേക്ക് ഗുഡ് സ്റ്റാൻഡിങ് അയക്കണം എന്നുള്ള നിർബന്ധമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് കാണിക്കുന്നില്ലെങ്കിൽ, ലൈക്ക് നിങ്ങൾ ഇന്ത്യയിൽ പഠിച്ചതാണ് പക്ഷേ ഇന്ത്യൻ എക്സ്പീരിയൻസ് കാണിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കൗൺസിലിൽ നിന്നും ഗുഡ് സ്റ്റാൻഡിങ് അയപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടി വരുന്ന മെയിൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ID ഡോക്യുമെൻറ്റ്സുകൾ പ്ലസ് നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിന് റിക്വയർമെൻറ്റ്. അപ്പോൾ ID ഡോക്യുമെൻറ്റ്സ്, എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, എംപ്ലോയ്മെൻറ്റ് റെഫറൻസ് ലെറ്റേഴ്സ്, നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്സുകളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈമിനെ കുറിച്ചായിട്ടാണ്. നമുക്ക് യൂഷ്വലി നമ്മൾ ആൻമാക്കിലേക്ക് ഒരു അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഒരു നമ്മൾ അപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. നമുക്കൊരു ഇപ്പോൾ ഒരു January 1 സ്റ്റാർട്ട് ചെയ്ത അപ്ലിക്കേഷൻ December 31 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ എക്സ്പയറി ആയിപ്പോവും, നമ്മുടെ ഫീസൊക്കെ നമുക്ക് നഷ്ടപ്പെടും, നമ്മൾ വീണ്ടും പുതിയതായിട്ട് ഒരു റീ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആൻമാക്കിൽ ഒരു അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു 1 to 2 months ആണ്. അത് നമ്മൾ അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 month എടുക്കും നമുക്കൊരു കേസ് മാനേജർ അസൈൻ ആയി കിട്ടാനായിട്ട്. വൺസ് കേസ് മാനേജർ അസൈൻ ആയി കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിലേക്ക് നമ്മൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ പിന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷനും ബാക്കി നമ്മുടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളൊക്കെ അസസ് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരൊരു പോസിറ്റീവ് ഔട്ട്കമ്മോട് കൂടിയുള്ള ലെറ്റർ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബിറ്റ്വീൻ ഒരു 1 to 2 months ആണ് യൂഷ്വലി എടുക്കാറ്. പക്ഷേ ചില കാൻഡിഡേറ്റ്സുകൾ എന്താ പറയുക 6 മാസം എടുത്ത് തീർത്തവരുണ്ട്, 10-11 മാസം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സുകളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാൻ പറ്റുമായിരിക്കുന്നു. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഒരു നമ്മുടെ പ്രീവിയസ് എംപ്ലോയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ കിട്ടാനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരുപാട് ടൈം എടുത്ത് കാണുന്നുണ്ട്. വൺസ് നമ്മുടെ ആൻമാക്ക് കംപ്ലീറ്റ് ആയി നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ്. അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റിൽ നിന്ന് 2 yearsലേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കും. അപ്പോൾ ആ 2 yearsനുള്ളിൽ നമ്മൾ PR-നുള്ളിൽ ഉള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ PR-ൻ്റെ ഒരു കേസ് മാനേജർ അസൈൻ ആയി, ലൈക്ക് ഇമിഗ്രേഷനിൽ നിന്നുള്ള ഒരു കേസ് മാനേജർ അസൈൻ ആയിട്ട് നമ്മുടെ അസസ്മെൻറ്റ് കമൻസ് ആയിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻമാക്ക് എക്സ്പയറി ആയി പോവും. അപ്പോൾ നമ്മൾ PR-ന് എലിജിബിൾ അല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ആൻമാക്കിന് വേണ്ടിയിട്ട് റീ അപ്ലിക്കേഷൻ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ആൻമാക്ക് ഒരു റീ ഇഷ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാനായിട്ടോ നമുക്ക് 2 yearsന് ശേഷം പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒരു വിത്തിൻ 2 yearsനുള്ളിൽ നമുക്കിപ്പോൾ ഒരു നമ്മുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും കുറച്ചുകൂടി ഉണ്ട് അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ 2 years കംപ്ലീറ്റ് ആയാലും നമ്മളൊരു റീ അപ്ലിക്കേഷൻ പോലെ വെക്കേണ്ടി വരും. പുതിയതായിട്ട് ഒന്നേന്ന് പറഞ്ഞിട്ട് ആദ്യം പുതിയ ഫുൾ ഫീസ് അടച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ആൻമാക്കിൽ നമുക്ക് ഓരോ അനസ്കോ കോഡുകൾ എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓരോ അനസ്കോ കോഡാണ്. ഇപ്പോൾ ലൈക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരു അനസ്കോ കോഡായിരിക്കും. സർജിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അനസ്കോ കോഡായിരിക്കും. ഇപ്പോൾ ICU, CCU, എമർജൻസി ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും കൂടി ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസി എന്ന് പറയുന്ന ഒരു അനസ്കോ കോഡാണ് നമുക്ക് ഈ പറയുന്ന 3 കാറ്റഗറിക്ക് വരുന്നത്. പിന്നെ തിയേറ്റർ ആൻഡ് റിക്കവറിക്ക് പെരി ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ കുട്ടികളുടെ ലൈക്ക് പീഡിയാട്രിക്സിന് പീഡിയാട്രിക് എന്ന് പറഞ്ഞിട്ട് ഒരു അനസ്കോ കോഡ്. അങ്ങനെ ഓരോന്നിനും ഓരോ അനസ്കോ കോഡുകളായിരിക്കും. അപ്പോൾ നിങ്ങളൊരു അപ്ലിക്കേഷൻ വെക്കുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾ ഏത് അനസ്കോ കോഡിന് ലൈക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് ആണോ നിങ്ങൾ വെക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലും മെഡിക്കലാണ്, നിങ്ങൾക്കിപ്പോൾ സർജിക്കലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ പരമാവധി മെഡിക്കലിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ അനസ്കോ കോഡിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ വയ്ക്കുക. ഒരു 95% കേസസിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന അനസ്കോ കോഡ് വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ ചില ഒരു 5% കേസസിൽ നമ്മുടെ കേസ് മാനേജർ ഡിപ്പെൻഡ് ചെയ്തും പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തും നമുക്ക് ചിലപ്പോൾ കോഡുകൾ മാറി വരാം. പിന്നെ നമുക്ക് 2 രീതിയിലാണ് ആക്ച്വലി ആൻമാക്കിൽ നിന്ന് റിപ്പോർട്ട് വരാറ്. ചിലവർക്ക് ചിലപ്പോൾ ഒരു സിംഗിൾ പേജ് ആയിട്ടുള്ള റിപ്പോർട്ട് വരാറുണ്ട്, ചിലവർക്ക് 2 pagesൻ്റെ റിപ്പോർട്ട് വരാറുണ്ട്. നമുക്ക് ശരിക്കും 2 pages ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ ശരിക്കും റിപ്പോർട്ട് നമ്മുടെ ആൻമാക്കിൻ്റെ റിപ്പോർട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള സ്കിൽ അസസ്മെൻറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അത് 2 pagesലായിരിക്കും. അപ്പോൾ അത് ശരിക്കും വാലിഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത നമ്മുടെ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. പ്ലസ് നമ്മുടെ അനസ്കോ കോഡ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അനസ്കോ കോഡ് അതിലുണ്ടാവും. ഇപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ 3 yearsൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമ്മൾ ആൻമാക്കിന് അപ്ലൈ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അതിൽ അനസ്കോ കോഡ് വരുന്നത് NEC എന്ന് പറഞ്ഞിട്ടൊരു അനസ്കോ കോഡായിരിക്കും. നോവെയർ എൽസ് ക്ലാസിഫൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ 254499 എന്നാണ് ആ കോഡ് വരുന്നത്. പക്ഷേ ആ കോഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും 186 അതായത് എംപ്ലോയർ സ്പോൺസേർഡ് PR അതിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 3 years അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കൺഫേം ചെയ്തിട്ട് തന്നെ നിങ്ങൾ ആൻമാക്കിന് അപ്ലൈ ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളതാണ്, നമ്മളിപ്പോൾ UK-ലൊക്കെ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്നത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ വന്ന് ചിലപ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞ് OSCE ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ NMCയുടെ രജിസ്ട്രേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ആൻമാക്കിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാണോ അതായത് കൗൺസിലുകളിൽ രജിസ്ട്രേഷൻ കിട്ടുന്നത്, ചിലപ്പോൾ 1 മന്ത്, ചിലപ്പോൾ 2 മന്ത്സ്, ചിലപ്പോൾ 6 മന്ത്സ് വരെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഓരോ കൺട്രീസിൽ. നമുക്ക് ശരിക്കും ആ കൗൺസിലിൽ എന്നാണോ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് ആ ഡേറ്റ് തൊട്ടേ നമ്മൾ ആ കൺട്രിയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ആൻമാക്കിലേക്കുള്ള ഈ റെഫറൻസ് ലെറ്റർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇന്ന ഡേറ്റിന് ജോയിൻ ചെയ്തൊന്നും കാണിക്കത്തില്ല, ഫ്രം ഡേറ്റ്. ആ ഡേറ്റ് വെക്കേണ്ടത് എപ്പോഴും നിങ്ങൾക്ക് അതായത് കൗൺസിലിൽ എന്നാണ് ഗുഡ് സ്റ്റാൻഡിങ് ആയത് ആ ഡേറ്റ് തൊട്ട് വേണം കാണിക്കാനായിട്ട്. കാരണം നിങ്ങൾ അതിന് മുന്നത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടാണ്. അതൊരിക്കലും ആൻമാക്ക് കൗണ്ട് ചെയ്യത്തില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിയിട്ട് ഇപ്പോൾ ലൈക്ക് ഇന്ന ഡേറ്റ് തൊട്ട് ഇപ്പോൾ നിങ്ങൾ പ്രീ രജിസ്റ്റേർഡ് ആയിട്ട് ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ പിന്നെ അതിന് ആൻമാക്ക് കുറേ എക്സ്പ്ലനേഷൻ ചോദിക്കും, ലൈക്ക് നഴ്സിംഗ് സൈഡിൽ നിന്ന് HRയിൽ നിന്ന് അങ്ങനെ കുറേ എക്സ്പ്ലനേഷൻ ചോദിച്ച് നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്താലും അവർ ആ ഡേറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നില്ല. അവർ കൗൺസിലിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് അയക്കുമ്പോൾ അതിൽ എന്നാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഫസ്റ്റത്തെ ഡേറ്റ് കാണിക്കുന്നത് ആ ഡേറ്റ് തൊട്ടുള്ള എക്സ്പീരിയൻസ് അവർ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സമയവും വേസ്റ്റ് ആവും, നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആവും, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലാണ്ടാവും. ഇനി അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ആൻമാക്കിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇല്ല. നമുക്ക് ആൻമാക്ക് ചെയ്യാനായിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഓസ്ട്രേലിയൻ ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയോട് കൂടിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുകയും അതായത് കൗൺസിലിംഗ് ഗുഡ് സ്റ്റാൻഡിങ് അയക്കാനും പറ്റിയാൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വാലിഡ് ആയിരിക്കണം അങ്ങനെയുള്ളൊരു കണ്ടീഷൻസും ആൻമാക്കിലില്ല. അത് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൻമാക്ക് ചെയ്യാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് വാലിഡായിട്ട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആയാൽ മതി. ആൻമാക്ക് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് വറീഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആൻമാക്കിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആൻമാക്കിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്ലാൻഡ് ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. എന്താ പറയുക, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അടുത്ത വീക്കിൽ പറ്റുകയാണെങ്കിൽ PR-ൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ ചെയ്യാം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താൻ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you soon from Roaming Reports. Thank you.